ഹലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ മുടിയൊന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം, ഞാൻ മുടി മുറിക്കുന്ന രീതി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ഇതേ മുടി നല്ല ചിടക്ക് പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു പല്ലകലുള്ള നല്ല ചീപ്പ് കൊണ്ടേ നമ്മൾ തീർച്ചയായിട്ടും മുടിയൊക്കെ കട്ട് ചെയ്യുമ്പോഴും ചീകുമ്പോഴും യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. എൻ്റെ ആ ചീപ്പ് എവിടെയോ കാണുന്നില്ല, എവിടെയോ വെച്ചതാട്ടോ. ഇപ്പം എത്ര നോക്കിയിട്ട് അത് കാണുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു വലുപ്പമുള്ള ചീപ്പ് കിട്ടി, ആ ചീപ്പ് എന്നാൽ യൂസ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് നടുക്കോടെ, ഞാൻ ചിലവരുണ്ട് സൈഡ് പോർഷൻ എടുത്ത് മുടിയിൽ കട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി ഇത് കേട്ടോ, ഞാൻ ഹെയർ കട്ട് ചെയ്യുന്ന രീതിയായത് കേട്ടോ, എൻ്റെ ഹെയർ കട്ടിങ് ചെയ്ത് കേട്ടോ. അത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ അല്ലായിരിക്കാം ചെയ്യുന്നത്, അപ്പം ഞാൻ ചെയ്യുന്നത് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്കൊരു തൃപ്തിയുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു രീതി ചെയ്താൽ എനിക്കൊരു തൃപ്തിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നടുക്കുന്ന എപ്പോഴും വകലിച്ച് ഇങ്ങനെ പോർഷൻ എടുക്കുന്ന കേട്ടോ, നടുക്കുന്ന എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ വകന്നിട്ട് ഒരു സൈഡിലത്തെ മുടി നന്നായിട്ട് കൈ കൊണ്ട് പതുക്കെ മുടിയെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കോതും കേട്ടോ. എനിക്ക് ഭയങ്കര മുടി വേദനിക്കരുത് എന്നൊക്കെ ഓർത്ത് ഞാൻ പതുക്കെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കൊതിയെല്ലാം കെട്ടും വിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചെടയില്ലേ അതെല്ലാം പതുക്കെ കൈ കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ പിന്നെ ചീപ്പിട്ട് അറ്റവൊക്കെ നന്നായിട്ട് ചീക്കും. ഒരു ചെട പോലും ഇല്ലാത്ത രീതിയിലാക്കും കേട്ടോ. എൻ്റെ മുടി എന്ന് പറയുന്നത് പെട്ടെന്ന് ചെടക്ക് പിടിക്കുന്നൊരു മുടിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇപ്പം അങ്ങനെ ഞാൻ നന്നായിട്ട് അവിടുത്തെ ചെടക്ക് കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കെട്ടിവെക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിൽ എടുത്തിട്ടും ഇതുപോലെ ചെയ്യും. എനിക്കെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഏത് ബ്യൂട്ടി പാർലറിൽ പോയാലും എത്ര വലിയ ബ്യൂട്ടീഷ്യൻ ചെയ്താലും ഏതൊക്കെ വലിയ ആൾക്കാർ മുടിയെ എന്ത് ചെയ്താലും എനിക്കൊരു തൃപ്തിയില്ല. എനിക്ക് എപ്പോഴും എൻ്റെ മുടിയെ ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. അതെൻ്റെ വലിയൊരു നിർബന്ധമുള്ള കാര്യം കേട്ടോ. ഇതിപ്പം നമുക്ക് ചിലവർക്കുണ്ടല്ലോ, അമ്മമാർ ഫുഡ് ഉണ്ടാക്കി തന്നാലേ കഴിക്കാനായിട്ട് ഒരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, ഫുഡാണേലും അമ്മമാരുണ്ടാക്കി തരണം, അല്ലെങ്കിൽ അവർ വിളമ്പി തന്നാലേ കഴിക്കാനായിട്ട്. ഇപ്പം അമ്മയാട്ടെ, സിസ്റ്ററാട്ടെ, വൈഫാട്ടെ, ആരാണേലും ചിലവർക്ക് അങ്ങനെയൊക്കെ കുറച്ച് നിർബന്ധങ്ങളുണ്ടല്ലേ. ഒരു തൃപ്തിയാണ് ഓരോ മനുഷ്യൻ്റെയും. അതുപോലുള്ളൊരു തൃപ്തിയാട്ടോ എനിക്ക് തന്നെ ചെയ്യണം. ഇപ്പം മമ്മിയാണെങ്കിൽ പോലും എനിക്കിങ്ങനെ മുടിയൊന്നും അറ്റം വെട്ടി തന്നെ എനിക്കൊരു തൃപ്തിയില്ല. ഞാൻ കഴിവതും എൻ്റെ മുടി ഞാൻ ആരെക്കൊണ്ടും അങ്ങനെ വെട്ടിച്ചിട്ടില്ല. 1-2 പ്രാവശ്യം വെട്ടേണ്ടി വന്ന സാഹചര്യത്തിൽ അങ്ങനെ വെട്ടിച്ചിട്ടേ ഉള്ളൂ, 1-2 പേരുടെ കേട്ടോ. കഴിവതും ഞാൻ തന്നെയാണ് എൻ്റെ മുടി വെട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് ചെടക്കളഞ്ഞിട്ട് ഒരു തരി പോലും ഇല്ലാതെ ഞാൻ ചെടക്കളഞ്ഞു. 1 മിനിറ്റ് മാറി കഴിഞ്ഞ് പിന്നെ എൻ്റെ തല ചെടയാണ്. അങ്ങനത്തെ മുടി മുഴുവനും പുറകോട്ടിട്ടു. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ എല്ലാ മുടിയും കൂടെ എടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഞാൻ ചെടക്കളഞ്ഞു കേട്ടോ. അങ്ങനത്തെ ഇതുപോലെ ചെടക്കളഞ്ഞു. എന്നിട്ട് ഞാൻ എന്നെ എടുക്കുന്നറിയോ, എല്ലാ മുടിയും കൂടെ ഒരുമിച്ച് താഴേക്ക് കൊണ്ടുവരും. എന്ന് വെച്ചാൽ അറ്റത്ത് ഇങ്ങനെ എല്ലാ മുടിയും എടുത്ത് നിങ്ങൾ കണ്ടോണം. ഇതുപോലെ ഞാൻ എടുക്കും കേട്ടോ. ഞാൻ എടുക്കുന്ന രീതി കേട്ടോ. ഞാൻ അതുപോലെ മുടിയെല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് അറ്റത്ത് കൊണ്ടുവരും. അറ്റത്ത് കൈയിടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മുടി കിട്ടും താഴെ വരെ. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എനിക്ക് മുടിക്ക് നീളമുള്ളതുകൊണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ഇത്രയും മുടിയാണ് വെട്ടുന്നത്, ഒരിക്കലും അല്ല കേട്ടോ. ഇത്രയും പോയിട്ട് എൻ്റെ ഒരു അറ്റം വെട്ടിയപ്പോൾ തന്നെ എനിക്ക് എന്തോരം സങ്കടമായിരുന്നറിയാം. എനിക്കൊരു മുടി ഊരുന്ന പോലും കാണുന്നത് സഹിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സങ്കടമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വലിയ കെയറിങ് ഒന്നും കൊടുക്കുന്നില്ല. ഭയങ്കര കാര്യമാണ് കേട്ടോ, ഇഷ്ടമാണ്. അതൊക്കെ ഓരോ മൂഡനുസരിച്ചിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ അറ്റം വരെ കൊണ്ടുവന്ന് അത്രയായിട്ട് അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അത് കട്ട് ചെയ്യുവാണ്. അങ്ങനെ ഇത്ര മുടിയൊക്കെ അങ്ങ് വിണ്ട് കയറിയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അത്രയും കട്ട് ചെയ്തു. അതുപോലെ ഞാൻ കട്ട് ചെയ്തു. പിന്നെന്ന് പറയുന്ന മുടി എന്ന് പറയുന്ന ഓരോരുത്തർക്ക് ഓരോ പാരമ്പര്യമാണ് അല്ലേ. മുടിക്ക് വേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. പക്ഷെ അവരൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഒരു ഹെയർ ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യുന്നവർ അല്ലേ, ഇപ്പം നമ്മളൊരു ഹെയർ ഓയിലും യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഹെയർ ഓയിൽ കണ്ടിന്യൂസ് ചെയ്യണം അല്ലേ. അത് ഹെയർ ഓയിൽ നിർത്തി കഴിഞ്ഞാൽ മുടി കൊഴിയുന്നതും ഒക്കെ ഉണ്ട്. അപ്പം കഴിവതും നമ്മൾ ഒരുപാട് കെമിക്കൽസ് ആയിട്ടുള്ളതൊന്നും തലയിൽ ആഡ് ചെയ്യാതിരിക്കുക. ഇപ്പം സ്പാ ആണെങ്കിലും ഒക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുടിയെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല കേട്ടോ. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് മുടിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമാണ്. ഒരുപാട് പേരെന്നോട് ഇതിനു മുമ്പ് ഞാനിട്ട മസാജിങ് വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് നല്ല പേഴ്സണലായിട്ടും ഇൻസ്റ്റയിലും ഒക്കെ എനിക്ക് ഒരുപാട് നല്ല മെസ്സേജുകളാണ് വന്നത് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ട് അത്യാവശ്യം വ്യൂവേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.